P. Krishnapilla, 1906 to 1948. He had a lifespan of 42 years. പി കൃഷ്ണപിള്ള എന്ന കേരള നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പേര് കേട്ട നവോത്ഥാന നായകനാകുന്നു പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയെ സഖാവ് എന്ന് അറിയപ്പെടുന്നു. 1939 രൂപം കൊണ്ട കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള. 1935 നിലവിൽ വന്ന അഖില കേരള ട്രേഡ് യൂണിയന്റെ സെക്രട്ടറി കൂടിയായിരുന്നു പി കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യകാല തൊഴിലാളി യൂണിയനുകളിലൊന്നായ കാലിക്കറ്റ് ലേബർ യൂണിയൻ സംഘടിപ്പിച്ചതും ഇദ്ദേഹമാകുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ കൂടിയാകുന്നു പി കൃഷ്ണപിള്ള. അതിനെ തുടർന്ന് ഇദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞുതരാം. ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു. ഓക്കെ, കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു. കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. P.N. പണിക്കർ 1909 to 1995. കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ P.N. പണിക്കരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാകുന്നു വായനാ ദിനം. നമ്മൾ കേരളത്തിൽ വായനാ ദിനമായി ആഘോഷിക്കുന്ന ദിനമാകുന്നു ജൂൺ 19. 1995 ജൂൺ 19 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. 1977 കാൻഫെഡ് എന്ന അസോസിയേഷന് രൂപം നൽകുന്നത് P.N. പണിക്കരാകുന്നു. കാൻഫെഡ് എന്ന് പറഞ്ഞാൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് സ്ഥാപിക്കുന്നത് P.N. പണിക്കരാകുന്നു. വർഷം 1977. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാകുന്നു P.N. പണിക്കർ. അപ്പോൾ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് P.N. പണിക്കരാകുന്നു. ആ തുടക്കം കുറിച്ച വർഷം എന്ന് പറയുന്നത് 1945 ആകുന്നു. 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിക്കുന്നതും ഇതിലൂടെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതും. ഒരിക്കൽ കൂടി പറയാം, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് P.N. പണിക്കരാകുന്നു. ആ തുടക്കം കുറിച്ച വർഷം എന്ന് പറയുന്നത് 1945 ആകുന്നു. 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിക്കുന്നതും ഇതിലൂടെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതും. P.K. ചാത്തൻ മാസ്റ്റർ 1920 to 1988. P.K. ചാത്തൻ മാസ്റ്റർ എന്ന കേരള നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാകുന്നു KPMSന്റെ സ്ഥാപകനാകുന്നു P.K. ചാത്തൻ മാസ്റ്റർ.
1970 രൂപീകരിച്ച കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. KPMSന്റെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. 1946 നടന്ന കുട്ടൻകുളം സമരത്തിന് നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. കുട്ടൻകുളം സമരം എന്താണെന്ന് പറഞ്ഞു തരാം. കുട്ടൻകുളം സമരം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് 1946 നടന്ന സമരമാകുന്നു കുട്ടൻകുളം സമരം. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരാകുന്നു MK കാട്ടുപറമ്പൻ, PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ. അതുപോലെ EMS മന്ത്രിസഭയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ 1954 തിരുകൊച്ചിയിലെ നിയമസഭാ അംഗമാവുകയും പിന്നീട് EMS മന്ത്രിസഭയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. ശുഭാനന്ദ ഗുരുദേവൻ 1882-1950. ശുഭാനന്ദ ഗുരുദേവൻ എന്ന കേരള നവോത്ഥാന നായകനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത് 3 ഫാക്റ്റുകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു ആത്മബോധോദയ സംഘം എന്ന അസോസിയേഷൻ രൂപീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാകുന്നു. ആത്മബോധോദയ സംഘം എന്ന അസോസിയേഷൻ രൂപീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാകുന്നു. അതിന്റെ വർഷം 1932. രണ്ടാമത്തെ ഫാക്റ്റ് ആകുന്നു ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമമാകുന്നു പാപ്പൻകുട്ടി. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് 1934 മഹാത്മാഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ മാവേലിക്കരയിൽ വെച്ച് മഹാത്മാഗാന്ധിജിയെ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആയിരുന്നു. മാവേലിക്കര എന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു പ്രദേശമാകുന്നു. 5 പ്രാവശ്യമാണ് മഹാത്മാഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്തത്. മഹാത്മാഗാന്ധി വിസിറ്റഡ് കേരള 5 times ഡ്യൂറിംഗ് ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ദ ഇയേഴ്സ് ഓഫ് ഹിസ് വിസിറ്റ് വെയർ അതൊക്കെയാണെന്ന് പറയാം. 1920, 1925, 1927, 1934 ആൻഡ് 1937. ഇതിൽ 1934 ആലപ്പുഴയിലെ മാവേലിക്കരയിൽ മഹാത്മാഗാന്ധിജി വന്നപ്പോൾ അവിടെ ഗാന്ധിജിയെ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആയിരുന്നു. ചട്ടമ്പി സ്വാമികൾ 1853-1924. He had a lifespan of 71 years. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാകുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സിദ്ധ ഔഷധത്തിൽ പ്രസിദ്ധനായിരുന്നു. കാഷായവും കാമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നു. വിദ്യാധിരാജൻ, സർവവിദ്യാധിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന റിനൈസൻസ് ലീഡറാകുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാകുന്നു അയ്യപ്പൻ. ഇദ്ദേഹത്തിന്റെ ഓമന പേരാകുന്നു കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവിന്റെ പേരാകുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ഷൺമുഖദാസൻ എന്ന പേരും ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ഉന്നതി കൈവന്നത് തമിഴ്നാട്ടിലെ വടവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാകുന്നു. പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ട്രാവൻകൂറിലെ വളരെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായ ഹാജൂർ കേച്ചേരിയിൽ അക്കൗണ്ടന്റായി ചട്ടമ്പി സ്വാമികൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ പ്രസിദ്ധമായൊരു വാക്കുകളാകുന്നു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാകുന്നു ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാകുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ശ്രമഫലമായിട്ടാണ് ട്രാവൻകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതുലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കൽ അല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതി ഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാകുന്നു. പട്ടിസദ്യ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ കൂടിയാകുന്നു ചട്ടമ്പി സ്വാമികൾ. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാകുന്നു വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളെ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യർ പണി കഴിപ്പിച്ച ക്ഷേത്രമാകുന്നു ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികൾ ഹംയോഗം എന്ന സ്പിരിച്വൽ പ്രാക്ടീസ് കരസ്ഥമാക്കിയത് തൈക്കാട് അയ്യ ഗുരുവിൽ നിന്നാകുന്നു. തൈക്കാട് അയ്യ ഗുരു ആരാണെന്ന് പറയാം. ചട്ടമ്പി സ്വാമികൾ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് 1883 1883 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാകുന്നു ചട്ടമ്പി സ്വാമികൾ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. പിന്നീട് 1892 ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത്.
സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ ഒരു വാക്കുണ്ട്, മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ മീറ്റ് ചെയ്യുന്ന വർഷം 1892 ഓക്കെ. ദെൻ ഏറ്റുമാനൂർ ദിവസത്തിലെ ആറാട്ട് ദിവസം ചട്ടമ്പി സ്വാമികൾ പ്രസിദ്ധീകരിച്ച കൃതിയാകുന്നു ക്രിസ്തുമത ചോദനം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം ചട്ടമ്പി സ്വാമികൾ പ്രസിദ്ധീകരിച്ച കൃതിയാകുന്നു ക്രിസ്തുമത ചോദനം. ചട്ടമ്പി സ്വാമികൾ സമാധിയാകുന്നത് 1924 മെയ് 5 1924 മെയ് 5 ചട്ടമ്പി സ്വാമികൾ കൊല്ലം ജില്ലയിലെ പത്മനയിൽ സമാധിയായി. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് 2014 ഏപ്രിൽ 30 ചട്ടമ്പി സ്വാമികളുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കെ മഹേശ്വരൻ നായർ എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാകുന്നു ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് കെ മഹേശ്വരൻ നായർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാകുന്നു ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളുടെ പേരൊന്ന് പറയാം. സർവമത സാരവം, ആദിഭാഷ, ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, നിജാനന്ദ വിലാസം, തർക്കരഹസ്യരത്നം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിക്കു മറുപടിയായി ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാകുന്നു മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണെന്ന് പറയാം. ശ്രീനാരായണ ഗുരു 1856 to 1928. He had a lifespan of 72 years. ശ്രീനാരായണ ഗുരു എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാകുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന കേരള റിനൈസൻസ് ലീഡറാകുന്നു ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവാകുന്നു ശ്രീനാരായണ ഗുരു. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ പിതാവ് മാടൻ ആശാന്റെയും മാതാവ് കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേരാകുന്നു നാരായണൻ. അദ്ദേഹത്തിന്റെ ഓമന പേരാകുന്നു നാണു. ശ്രീനാരായണ ഗുരുവിന്റെ അനുജത്തിമാരാകുന്നു കൊച്ചു, ദേവി, മാത. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ മരുത്വാമലയിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിക്കുന്നത്. സാമൂഹിക പരിഷ്കരണങ്ങളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു 1888 മെയ് 3 നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠ, അതായത് അരുവിപ്പുറം വിപ്ലവം. 1888 ശ്രീനാരായണ ഗുരുവിന്റെ 32 വയസ്സിലാണ് അരുവിപ്പുറം വിപ്ലവം നടക്കുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്താണെന്ന് പറഞ്ഞു തരാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് വർഷം 1888 ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠയാകുന്നു അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്ദേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് അരുവിപ്പുറത്ത് കൊത്തിവച്ചിരിക്കുന്ന ആപ്തവാക്യമാകുന്നു. ശ്രീനാരായണ ഗുരു ആദ്യമായി കുമാരനാശാനെ മീറ്റ് ചെയ്യുന്നത് 1891 ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP രൂപീകരിക്കുന്നത് 1903 മെയ് 15 SNDP രൂപീകരിക്കുവാനായി ശ്രീനാരായണ ഗുരുവിനോട് നിർദ്ദേശിക്കുന്നത് ഡോക്ടർ പൽപ്പു ആകുന്നു. SNDP രൂപീകരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആദ്യ യോഗം നടന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. എന്നാൽ SNDPയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു. SNDPയുടെ ആദ്യ യോഗം നടക്കുന്നത് 1903 മെയ് 15 ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാകുന്നു വാവൂട്ട് യോഗം. ഈ വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP എന്ന സംഘടനയായി മാറിയത്. SNDP രൂപീകരിക്കുവാൻ ഗുരുവിനോട് നിർദ്ദേശിച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. SNDPയുടെ ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു. SNDPയുടെ അന്നത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം. 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത്. SNDPയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായ വിവേകോദയം പ്രസിദ്ധീകരിക്കുന്നത് 1904 വിവേകോദയത്തിന്റെ പത്രാധിപരായിരുന്നു, അതായത് വിവേകോദയം എന്ന SNDPയുടെ മുഖപത്രത്തിന്റെ എഡിറ്ററായിരുന്നു കുമാരനാശാനും M. ഗോവിന്ദനും. 1913 ശ്രീനാരായണ ഗുരുവിന്റെ ആലുവയിലുള്ള അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ച വർഷമാകുന്നു 1916. 1916 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിക്കുന്നത്. ശ്രീനാരായണ ഗുരു സന്ദർശനം നടത്തിയ ഏക വിദേശ രാജ്യമാകുന്നു ശ്രീലങ്ക. 1918 ആദ്യമായി ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശനം നടത്തി. അതിനുശേഷം 1926 വീണ്ടും ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളായിരുന്നു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുക തുടങ്ങിയവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു മനുഷ്യത്വമാണ് വേണ്ടത്. ശ്രീനാരായണ ഗുരുവിന്റെ കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബെസന്റ് ആയിരുന്നു.
ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും മീറ്റ് ചെയ്യുന്ന വർഷം 1922 ആകുന്നു. ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ് ടാഗോർ മീറ്റ് ചെയ്യുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒപ്പം CF ആൻഡ്രൂസും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി അന്ന് നിന്നത് കുമാരനാശാൻ ആയിരുന്നു. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CF ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളാകുന്നു: ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശ്രീനാരായണ ഗുരുവാകുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്ന വർഷം 1907 ആകുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ശാരദാ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായ വർഷം 1912 ആകുന്നു. 1925 അതായത് 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് കുമാരനാശാൻ ആയിരുന്നില്ല. കാരണം 1924 കുമാരനാശാൻ മരണപ്പെട്ടിരുന്നു. 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഈ സമയത്ത് അവരുടെ കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് N. കുമാരൻ ആയിരുന്നു. 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് N. കുമാരൻ ആയിരുന്നു. ഈ സമയത്ത് മഹാത്മാഗാന്ധിജിക്കൊപ്പം C. രാജഗോപാലാചാരിയും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു. 1924 ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനം ഇത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1924 ആലുവ സർവ്വമത സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ കവാടത്തിൽ എഴുതിയ വാക്കുകളാകുന്നു: വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും എന്ന് കവാടത്തിൽ എഴുതി. 1924 നടന്ന ആലുവ സർവ്വമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യരാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ 2 ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തനും കൊട്ടുകോയ്ക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരാം. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രദ്ധിക്കുക, ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ്, ക്ഷേത്രമല്ല. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ. വേമ്പനാട്ടു കായലിന്റെ കിഴക്കേ കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് TK മാധവൻ ആയിരുന്നു. ഇതിന്റെ ഭാഗമായി 1924 ജാനുവരി 24 എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ K. വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐക്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം. കാലങ്ങളായുള്ള ഐക്യോച്ചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1800കളിൽ തുടങ്ങിയ ഐക്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1924 മാർച്ച് 30 തുടങ്ങിയ ഈ സമരം 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു TK മാധവൻ. 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു. അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു. റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണ ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ, ശ്രദ്ധിക്കണം, സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം, വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് M.E. നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ. തമിഴ്നാട്ടിൽ നിന്നും E.V. രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ, അതായത് 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാൽ സിംഗ്, കൃപാൽ സിംഗ്. അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേതരായവരിൽ, അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ബജയമാതരം മാത്തുണ്ണി, അബ്ദുറഹ്മാൻ സാഹിബ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയ്ക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള.
വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ്, സി രാജഗോപാലാചാരി, അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1806 നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം 1806 ആ നാട്ടിലെ 200ഓളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവമായ ഒരു ജാഥ നടത്തി. ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാഥയിൽ പങ്കെടുത്ത 200-ലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടുമൂടി. ഈ സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ദളവാകുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കുളം, അതായത് ഈ ഒരു ദളവാകുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി.കെ. മാധവൻ. 603 ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട്. ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് അവർ മനുഷ്യജാതിയിൽപ്പെട്ടവരായതുകൊണ്ട്, അവരുടെ ജാതി ഒന്നായതുകൊണ്ട്, അവർ മനുഷ്യർ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. പന്തിഭോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അതുപോലെ അവർ അന്യോന്യം വിവാഹം കഴിക്കുന്നതിനോ യാതൊരു ദോഷവുമില്ല എന്ന് കൂടി ഗുരു പറഞ്ഞിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശിവഗിരി ആശ്രമത്തിൽ വെച്ച് സമാധിയായി. ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയായിരുന്നു. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാകുന്നു വേലായുധൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാകുന്നു ശിവലിംഗ രാസസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാകുന്നു ഏനസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാകുന്നു ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയാകുന്നു ദർശനമാല. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു കൃതികളാകുന്നു ദൈവദശകം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, മുനിചര്യ പഞ്ചകം തുടങ്ങിയവ. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാകുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരു സ്വാമികളുടെ ജീവചരിത്ര സംഗ്രഹം. അതുപോലെ സുകുമാർ അഴീക്കോട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാകുന്നു ഗുരുവിന്റെ ദുഃഖം. അതുപോലെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ പി പരമേശ്വരൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എം.കെ. സാനു എഴുതിയ ഒരു കൃതിയാകുന്നു നാരായണ ഗുരുസ്വാമി. ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ശ്രീബുദ്ധൻ എന്നാകുന്നു. E.M.S. നമ്പൂതിരിപ്പാട് 1909 to 1998. He had a lifespan of 89 years. E.M.S. നമ്പൂതിരിപ്പാട് എന്ന നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. E.M.S. നമ്പൂതിരിപ്പാടിന്റെ പേരിന്റെ ഫുൾ ഫോം ആകുന്നു ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. മലപ്പുറം ജില്ലയിലെ ഏലംകുളം മനക്കലിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം കുഞ്ചു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. E.M.S. നമ്പൂതിരിപ്പാടിന്റെ ആദ്യ പുസ്തകമാകുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ അവസാന പുസ്തകമാകുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ. E.M.S. നമ്പൂതിരിപ്പാടിന്റെ ഭാര്യയുടെ പേരാകുന്നു ആര്യ അന്തർജനം. 1957 E.M.S. നമ്പൂതിരിപ്പാട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും നിയമസഭയിലെ ഭൂരിപക്ഷ പിന്തുണയോടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി 1957 ഏപ്രിൽ 5 അധികാരമേറ്റ് ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഏഷ്യ വൻകരയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. ഒരിക്കൽ കൂടി പറയാം, ഏഷ്യ വൻകരയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. അങ്ങനെ പറയാനുള്ള കാരണം, അതിനു മുമ്പ് വരെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നത് പ്രധാനമായും വിപ്ലവങ്ങളിലൂടെയോ സായുധ പോരാട്ടങ്ങളിലൂടെയോ ആയിരുന്നു. എന്നാൽ 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ എത്തിയ ആദ്യ സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യ വൻകരയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് അധികാര നഷ്ടമായ മുഖ്യമന്ത്രി കൂടിയാകുന്നു E.M.S. നമ്പൂതിരിപ്പാട്. 1957 ഏപ്രിൽ 5 E.M.S. അധികാരത്തിൽ വരികയും 1959 ജൂലൈ 31 അധികാരം നഷ്ടമാവുകയും ചെയ്തു.
അതായത് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായ EMS മന്ത്രിസഭയുടെ കാലാവധി 2 വർഷവും 3 മാസവും 26 ദിവസവുമായിരുന്നു. പിന്നീട് 1967 EMS നമ്പൂതിരിപ്പാട് 2ാം തവണയും മുഖ്യമന്ത്രിയായി. 1967 നിലവിൽ വന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിച്ചു വന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി കൂടിയാകുന്നു EMS നമ്പൂതിരിപ്പാട്. മാത്രമല്ല അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി കൂടിയാകുന്നു EMS നമ്പൂതിരിപ്പാട്. മലബാർ കലാപത്തിന്റെ 25ാം വാർഷികത്തിൽ EMS നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാകുന്നു 1921 പാഠവും മുന്നറിയിപ്പും. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാകുന്നു ആത്മകഥ. ആത്മകഥ എന്ന പേരിൽ സ്വന്തം ആത്മകഥ എഴുതിയ പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സിന്റെ പേരൊന്ന് വായിക്കാം. ജവഹർലാൽ നെഹ്റു, EMS നമ്പൂതിരിപ്പാട്, KR ഗൗരിയമ്മ, അന്ന ചാണ്ടി, സർദാർ KM പണിക്കർ. നെയ്ത്തുകാരൻ എന്ന മലയാള സിനിമയുടെ പ്രതിപാദ്യം EMS നമ്പൂതിരിപ്പാടിന്റെ ജീവിതമാകുന്നു. ഈ സിനിമയുടെ ഡയറക്ടറിന്റെ പേരാകുന്നു പ്രിയ നന്ദനൻ. EMS നമ്പൂതിരിപ്പാടിന്റെ തൂലികാനാമങ്ങളാകുന്നു സുരേന്ദ്രൻ, S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ എന്നിവ EMS നമ്പൂതിരിപ്പാടിന്റെ തൂലികാനാമങ്ങളാകുന്നു. പ്രശസ്ത എഴുത്തുകാരനായ മുല്ലശ്ശേരി പ്രസന്നൻ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേരാകുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവിതത്തെ ആസ്പദമാക്കി M മുകുന്ദൻ എഴുതിയ പുസ്തകമാകുന്നു കേശവന്റെ വിലാപങ്ങൾ. EMS നമ്പൂതിരിപ്പാട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകങ്ങളുടെ പേര് വായിക്കാം, ശ്രദ്ധിക്കുക. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഗാന്ധിയും ഗാന്ധിസവും, ദ നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള, ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ, കേരള യെസ്റ്റർഡേ, പെസന്റ് മൂവ്മെന്റ്സ് ഇൻ കേരള, ബെർലിൻ ഡയറി, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. 1934 EMS നമ്പൂതിരിപ്പാട് തൃശൂരിലെ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച പത്രത്തിന്റെ പേരാകുന്നു പ്രഭാതം. 1934 EMS നമ്പൂതിരിപ്പാട് തൃശൂരിലെ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച പത്രത്തിന്റെ പേരാകുന്നു പ്രഭാതം. AKG, AK ഗോപാലൻ, 1904 to 1977. He had a lifespan of 73 years. AKGയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു AKG. മാത്രമല്ല ലോകസഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവും കൂടിയാകുന്നു AKG. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാകുന്നു AKG. 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ AKG കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അന്ന് ഇന്ത്യയുടെ പ്രഥമ ലോകസഭയിൽ 1952 മുതൽ 1957 വരെ കാസർഗോഡ് MP ആയി AKG പ്രവർത്തിച്ചു. AKGയുടെ ഫുൾ ഫോമാകുന്നു ആയില്ലത്ത് കുറ്റിയേരി ഗോപാലൻ. അധ്യാപകനായിട്ടായിരുന്നു AKGയുടെ ജീവിതാരംഭം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ കൂടിയായിരുന്നു AKG. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാകുന്നു AKG. AKGക്ക് 2 ആത്മകഥകളാകുന്നു ഉള്ളത്. അതായത് AKGക്ക് 2 ഓട്ടോബയോഗ്രഫീസ് ആണുള്ളത്. അതിൽ ഒന്നിന്റെ പേരാകുന്നു എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ എന്നുള്ളത് AKGയുടെ ആത്മകഥയുടെ പേരാകുന്നു. AKGക്ക് മറ്റൊരു ആത്മകഥ കൂടിയുണ്ട്. അതിൻ്റെ പേരാകുന്നു ഇൻ ദി കോസ് ഓഫ് ദി പീപ്പിൾ. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം, പട്ടിണി ജാഥ, മലബാർ ജാഥ, കർഷക ജാഥ, അമരാവതി സത്യാഗ്രഹം എന്നിവ AKGയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം, പട്ടിണി ജാഥ, മലബാർ ജാഥ, കർഷക ജാഥ, അമരാവതി സത്യാഗ്രഹം ഇവ AKGയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1935 കോഴിക്കോട്ടെ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് AKG ആയിരുന്നു. 1936 പട്ടിണി ജാഥ നടക്കുന്നത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കായിരുന്നു പട്ടിണി ജാഥ നടന്നത്. AKGക്കൊപ്പം KPR ഗോപാലനും 32 പേരും ഈ ഒരു ജാഥയിൽ അനുഗമിച്ചു. 1937 കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് നടത്തിയ മലബാർ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതും AKG ആയിരുന്നു. 1960 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ കർഷക ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും AKG ആയിരുന്നു. 1961 ഇടുക്കി ജില്ലയിൽ നടന്ന അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും AKG ആയിരുന്നു. AKG ഭവൻ ന്യൂഡൽഹിയിലാകുന്നു. AKG സെന്റർ തിരുവനന്തപുരത്തും AKG മ്യൂസിയം കണ്ണൂരിലെ ധർമ്മടത്തുമാണ് ഉള്ളത്. കണ്ണൂരിലെ പെരളശ്ശേരിയിൽ AKGയുടെ പ്രതിമയുണ്ട്.
മാത്രമല്ല 1930 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKGയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. AKGയുടെ വളരെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാകുന്നു എൻ്റെ പൂർവ്വകാല സ്മരണകൾ, കൊടുങ്കാറ്റിൻ്റെ മാറ്റുലികൾ, മണ്ണിനു വേണ്ടി എന്നിവ AKGയുടെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു. ആനന്ദതീർത്ഥൻ 1905 to 1987 ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാകുന്നു ആനന്ദതീർത്ഥൻ. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമായിരുന്നു ആനന്ദശേണായി. ആനന്ദതീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിശ്ര വിവാഹവും മിശ്ര ഭോജനവും പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാകുന്നു ആനന്ദതീർത്ഥൻ. 1931 കോഴിക്കോട് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചതും 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതും ആനന്ദതീർത്ഥനാകുന്നു. ജാതി നശിപ്പിക്കൽ നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യം ആനന്ദതീർത്ഥൻ്റെതാകുന്നു. 1978 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട് നടത്തിയ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദതീർത്ഥനാകുന്നു. അതുപോലെ 1982 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആനന്ദതീർത്ഥനായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1873 to 1982. ദാറ്റ് മീൻസ് ഹി ലീവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 59. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വക്കം വൈക്കം ഇത് രണ്ടും 2 സ്ഥലങ്ങളാകുന്നു. വക്കം തിരുവനന്തപുരത്തും വൈക്കം കോട്ടയത്തുമാകുന്നു ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്. ഇവർ രണ്ടും 2 പേരാകുന്നു. ഒരാളുടെ പേര് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് മാത്രമേ ഉള്ളൂ, മൗലവി എന്നില്ല. മറ്റൊരാളുടെ പേരാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാകുന്നു. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഇവർ രണ്ടും 2 പേരാകുന്നു. നമ്മൾ യൂട്യൂബ് ചാനലിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിന്റെ ഹിസ്റ്ററി വരാറുണ്ട്. അത് വെച്ച് പലരും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകും. പക്ഷേ അതല്ല ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ INA പോരാളിയായിരുന്നു. അദ്ദേഹം 1970 ജനിക്കുന്നത്. 1943 അദ്ദേഹം തൂക്കുമരത്തിലേറ്റപ്പെട്ടു. 26 വയസ്സിലാണ് അദ്ദേഹം തൂക്കുമരത്തിലേറ്റപ്പെട്ടത്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി INA പോരാളിയായിരുന്നില്ല. അദ്ദേഹത്തെ തൂക്കുമരത്തിലേറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറയുന്നില്ല. കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് പറയുന്നത് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെയാണ്. അപ്പോൾ പേര് മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരാളുടെ പേരിന് ശേഷം മൗലവി ഇല്ല. നമുക്ക് പഠിക്കാൻ പോകുന്ന ആളുടെ പേരിന് ശേഷം മൗലവി ഉണ്ട്. ഓക്കെ, പിന്നെ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ 26 വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളൂ. വക്കം അബ്ദുൽ ഖാദർ മൗലവി 59 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 തിരുവനന്തപുരം ജില്ലയിലെ ചിറിയൻകീഴ് താലൂക്കിൽ വക്കം എന്ന പ്രദേശത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു കാര്യമുണ്ട്, അത് പറയാം. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത്. 1905 തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാകുന്നു CP ഗോവിന്ദൻ പിള്ള. മുസ്ലിമീങ്ങൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകരുവാനായി 1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം എന്ന മാഗസീന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1918 അൽ ഇസ്ലാം എന്ന പേരിലുള്ള അറബി മലയാളം മാഗസീന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകുന്നു. 1931 വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ടഡ് അനദർ പബ്ലിക്കേഷൻ. അതിന്റെ പേരാകുന്നു ദീപിക. ഈ ദീപിക എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധപ്പെടുത്തിയത്. ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു. ട്രാവൻകൂർ അറബിക് ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ചെയർമാനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാത്രമല്ല അദ്ദേഹത്തിന് അറബി, മലയാളം, പേർഷ്യൻ, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷകൾ അറിയാമായിരുന്നു. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി സമൂഹത്തോടായി പറഞ്ഞു. വക്കം മൗലവി മെമ്മോറിയൽ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം കോഴിക്കോടാകുന്നു. ചിറിയൻകീഴ് താലൂക്കിലെ മുസ്ലിം സമാജം, ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സംഘം, കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ഇസ്ലാം ധർമ്മ പരിപാലന സമാജം, മുസ്ലിം പ്രിന്റിംഗ് ഹൌസ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ്, ധർമ്മപോഷിണി സഭ എന്നിവയെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാകുന്നു ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, അതുപോലെ ദാഉസ് സബാഹ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1898 to 1945. He had a lifespan of 47 years. കേരള സുഭാഷ് ചന്ദ്രബോസ്, കേരളത്തിന്റെ വീരപുത്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിക്കുന്നത് 1898 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് എന്ന പ്രദേശത്താകുന്നു. ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് 1920 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു സമയത്ത് ഹിന്ദു എന്ന ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആർട്ടിക്കിൾ എഴുതിയതിന്റെ പേരിൽ 1921 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മാത്രമല്ല 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ച അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതുപോലെ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ, അതായത് കൊച്ചിൻ MESന്റെ സ്ഥാപകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1938 മുതൽ 1940 വരെ KPCCയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള നേതൃത്വം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റും കഥാകൃത്തുമായ NP മുഹമ്മദ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു നോവൽ. ഈ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് വീരപുത്രൻ എന്ന മലയാള സിനിമ വന്നിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രശസ്തമായ വാക്കുകളാകുന്നു: ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അത് അവർ ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. ദക്ഷിണേന്ത്യയിലെ നമുക്ക് അതുകൊണ്ട് എന്തു ഗുണം? നാം ഇവിടെ പിറന്നു, പ്രയത്നിച്ചു, ജീവിച്ചു മരിക്കേണ്ടവരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാകുന്നു. 2011 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അതിന്റെ പേരാകുന്നു വീരപുത്രൻ. ആഗമാനന്ദ സ്വാമി 1896 to 1961. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 65 years. ആഗമാനന്ദ സ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു ആഗമാനന്ദ സ്വാമി. കേരള വിവേകാനന്ദൻ, കേരളത്തിലെ രാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ ആഗമാനന്ദ സ്വാമി 1896 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിക്കുന്നത്. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യകാല നാമമായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി. ഇദ്ദേഹം സന്യാസം സ്വീകരിച്ചത് സ്വാമി നിർമ്മലാനന്ദയിൽ നിന്നുമാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യ ആശ്രമം തൃശൂർ ജില്ലയിലെ പുതുക്കാടാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1936 കാലടിയിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം, അതുപോലെ കാലടിയിലെ ബ്രഹ്മാനന്ദോദയം സംസ്കൃതം സ്കൂൾ, മാത്രമല്ല 1954 കാലടിയിൽ സ്ഥാപിച്ച ശ്രീ ശങ്കര കോളേജും, അതുപോലെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം എന്ന ഓർഗനൈസേഷന് രൂപം നൽകിയതും ആഗമാനന്ദ സ്വാമിയാകുന്നു. അതുപോലെ ആഗമാനന്ദ സ്വാമിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണുപുരാണം തുടങ്ങിയവ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാഗസീനുകളാകുന്നു പ്രബുദ്ധ കേരളം, അമൃതവാണി തുടങ്ങിയവ. ആഗമാനന്ദ സ്വാമിയുടെ പ്രസംഗ ശേഖരത്തെ വീരവാണി എന്നറിയപ്പെടുന്നു. ഒരു കാര്യം മാറിപ്പോകരുത്, കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാകുന്നു ആഗമാനന്ദ സ്വാമി. എന്നാൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാകുന്നു. ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവും കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമിയുമാകുന്നു. അത് മാറിപ്പോകാതെ പഠിച്ചു വെക്കുക. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് 1896 to 1981. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 85 years. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് കേരളത്തിലെ ഗാന്ധി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനാകുന്നു കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും നിർമ്മാണവും കേരളത്തിൽ നടത്തിയ നവോത്ഥാന നായകനാകുന്നു കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. തൃശൂരിൽ ജവഹർ ബാലഭവൻ എന്ന ഓർഗനൈസേഷന് നേതൃത്വം നൽകിയത് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു. അതുമാത്രമല്ല തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ലോകമാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപരായി കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പ്രവർത്തിച്ചിട്ടുണ്ട്. സോ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് കേരളത്തിലെ ഖാദി പ്രസ്ഥാനത്തിന്റെ പ്രചാരകൻ, തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ലോകമാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപൻ, തൃശൂരിലെ ജവഹർ ബാലഭവൻ എന്ന ഓർഗനൈസേഷന്റെ സ്ഥാപകനും കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു. മാതൃഭൂമിയുടെ സ്ഥാപക ഡയറക്ടർ, കേരള ഖാദി ബോർഡ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. P.T. ഭട്ടതിരിപ്പാട് 1896 to 1982. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 86 years. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മേഴത്തൂർ എന്ന സ്ഥലത്ത് പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം എന്നിവരുടെ മകനായി 1896 VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. വെള്ളിത്തിരുത്തി താഴത്തമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാകുന്നു ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത് 1908 അദ്ദേഹം രൂപീകരിച്ച യോഗക്ഷേമ സഭ എന്ന ഓർഗനൈസേഷനെ കുറിച്ചാകുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. നമ്പൂതിരി സമുദായത്തിലുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മാറ്റുന്നതിനും അവർക്കും ഒരു സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വേണ്ടി ഇദ്ദേഹം പോരാടി. ഇദ്ദേഹത്തിന്റെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. അതായത് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാകുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക. VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാകുന്നു മംഗളോദയം. നമ്പൂതിരി സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി 1931 37 ദിവസം കൊണ്ട് തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാതനയാത്ര VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങളാകുന്നു വിധവകളുടെ വിവാഹം നടപ്പാക്കുക, ബഹുഭാര്യത്വത്തെ നിരോധിക്കുക, വൃദ്ധവിവാഹം തടയുക എന്നിവയാകുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങൾ. യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ മാഗസീൻ ആയിരുന്നു ഉണ്ണി നമ്പൂതിരി മാഗസീൻ. ഉണ്ണി നമ്പൂതിരി മാഗസീനിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാകുന്നു ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക.
പത്രത്തിന്റെ പ്രൂഫ് റീഡറായും എഡിറ്ററായും വി ടി ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി, അതായത് എഡിറ്ററായി വി ടി ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, വി ടി ഭട്ടതിരിപ്പാടിന്റെ ഓർഗനൈസേഷൻ, അതായത് അദ്ദേഹത്തിന്റെ സംഘടനയാകുന്നു യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയിലെ പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുങ്ങിയപ്പോൾ വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷമയെ വിശേഷിപ്പിച്ചത് ആട്യൻ കൂലികളുടെ കഴുതുകളി എന്നായിരുന്നു. അതായത് പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുക്കിയ യോഗക്ഷേമ സഭയെ ആട്യൻ കൂലികളുടെ കഴുതക്കളി എന്ന് വി ടി ഭട്ടതിരിപ്പാട് തന്നെ വിശേഷിപ്പിച്ചു. 1929 വി ടി ഭട്ടതിരിപ്പാട് അന്തർജന സമാജം എന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാടിന്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാകുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് 1929 അത് അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിൽ വെച്ച് 1929 വി ടിയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി, മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇന്റർഫെയ്ത്ത് മാരേജ് എന്നൊക്കെ പറയും, ഇതിന്റെ പ്രചാരണത്തിനായിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരം ചമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു രജനീരംഗം, പോം വഴി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, കാലത്തിന്റെ സാക്ഷി, കരിഞ്ചന്ത, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ് തുടങ്ങിയവ വി ടി ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു കണ്ണീരും കിനാവും, ദക്ഷിണായനം, കർമ്മവിഭാഗം എന്നിവ വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനും ഒറ്റപ്പാലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണാപുരം കോളേജിന് വി ടി ഭട്ടതിരിപ്പാടിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിട്ടുണ്ട്. ആ കോളേജിന്റെ പേരാകുന്നു ശ്രീകൃഷ്ണാപുരം വി ടി ബി കോളേജ്, അതായത് ശ്രീകൃഷ്ണാപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജ്. 1948 പുരോഗമന മനസ്സുള്ള ഒരു കൂട്ടം വനിതകൾ അന്തർജന സമാജത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിന്റെ പേരാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കാരമായിരുന്നു ഈ നാടകം. ആ നാടകത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കരണം എന്ന നിലയിൽ അവതരിപ്പിച്ച നാടകമാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഈ നാടകം അവതരിപ്പിച്ചത് 1948 അതുപോലെ 2-3 ഫാക്ട് കൂടി വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് സംബന്ധിച്ച് പറയാനുണ്ട്. 1935 കൊടമുണ്ട കോളനി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നതും അത് സ്ഥാപിക്കുന്നതും വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. കൊടമുണ്ട കോളനി എന്ന് പറഞ്ഞാൽ നാനാ ജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാകുന്നു. ഇങ്ങനെയുള്ള ഒരു ആശയം കൊണ്ടുവന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും വി ടി ഭട്ടതിരിപ്പാടാണ്. അതിന്റെ വർഷം 1935 കൊടമുണ്ട കോളനി, അത് വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയെന്ന കാരണത്താൽ വി ടി ഭട്ടതിരിപ്പാടിനെ തന്റെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേലുക്കുട്ടി അരയൻ 1894 to 1969. His life lasted 75 years. വേലുക്കുട്ടി അരയൻ എന്ന കേരള നവോത്ഥാന നായകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനായിട്ടുള്ള അരയവംശ പരിപാലന യോഗത്തെക്കുറിച്ചാകുന്നു. അരയവംശ പരിപാലന യോഗം എന്ന വേലുക്കുട്ടി അരയന്റെ ഈ സംഘടനയാണ് പിന്നീട് സമസ്ത കേരളീയ അരയ മഹാജന യോഗമായി വളർന്നത്. അരയൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുക്കുവന്മാർ എന്നാകുന്നു. ഓക്കെ. അതുപോലെ 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയും 1931 അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘവും വേലുക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാകുന്നു. മാത്രമല്ല ധർമ്മപോഷിണി പ്രസിദ്ധീകരണം, അരയൻ എന്ന മാഗസീൻ തുടങ്ങിയവ വേലുക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സി കേശവൻ 1891 to 1969. He had a lifespan of 78 years. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് കെ സി മാമൻ മാപ്പിള വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാകുന്നു സി കേശവൻ. ഇദ്ദേഹത്തെ സിംഹളസിംഹം എന്നറിയപ്പെടുന്നു. നിർഭയത്വത്തിന്റെയും ആദർശബുദ്ധിയുടെയും പര്യായമായ ഭരണകർത്താവാകുന്നു സി കേശവൻ. സി കേശവൻ കൊല്ലം ജില്ലയിലെ മയ്യനാടാകുന്നു ജനനം. മലയാള നാട്ടിൽ പിന്നോക്ക വിഭാഗക്കാരിൽ നിന്നും മുഖ്യമന്ത്രി കസേരയിലെത്തിയ ആദ്യ വ്യക്തിയാകുന്നു സി കേശവൻ. 1951 തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി പദവിയിലേക്കാണ് സി കേശവൻ എത്തിയത്. നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാകുന്നു സി കേശവൻ. നിവർത്തന പ്രക്ഷോഭം എന്താണെന്ന് പറഞ്ഞു തരാം. നിവർത്തന പ്രക്ഷോഭം നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ സി കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയും സി കേശവൻ തന്നെയായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന് സി കേശവന്റെ കൂടെ അണിചേർന്നവരിൽ പ്രധാനികളാകുന്നു ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. നിവർത്തന പ്രക്ഷോഭം എന്ന പേരിട്ടത് ഐ സി ചാക്കോ ആകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് അല്ലെങ്കിൽ ടങ്ക് എന്നാണ് അർത്ഥം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാകുന്നു കേരള കേസരി. കേരള കേസരി പത്രത്തിന്റെ എഡിറ്റർ, പത്രാധിപനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു കേരള കേസരി എന്ന പത്രത്തിന്റെ എഡിറ്റർ, അതായത് പത്രാധിപൻ. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ടവകാശത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിലെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ.
ഈ ശ്രീമൂലം പ്രജാസഭയാണ് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ കേരള നിയമസഭയായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശത്തിന് ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭം കൂടിയാകുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. കേരള PSCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം. കേരള PSCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണർ ആയിരുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണർ ആകുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. PSCയുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. PSCയുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. ഈ GD നോക്സ് തന്നെയാകുന്നു തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണറും ഒക്കെ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ C. കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന C. കേശവനായിരുന്നു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം 1935 അവസാനിച്ചു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാകുന്നു. ഈ പ്രസംഗത്തിൽ C. കേശവൻ ബ്രിട്ടീഷുകാരെ ശക്തമായി വിമർശിച്ചത് കാരണം C. കേശവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ബലം വിജയമായിരുന്നു. 1935 ഈ സമരം അവസാനിച്ചു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം അവസാനിക്കുന്നത് 1935 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ബലം വിജയമായിരുന്നു. ഓക്കെ, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതും ഇദ്ദേഹമാണ്. പാലിയം സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞുതരാം. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ആദ്യത്തെ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. എറണാകുളത്ത് ചേന്നമംഗലത്തുള്ള പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ നടക്കുവാനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ C. കേശവൻ ആയിരുന്നു. അതുപോലെ നമ്പൂതിരി വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളവുമായിരുന്നു. ഈ സമരത്തിന്റെ രക്തസാക്ഷിയാകുന്നു A.G. വേലായുധൻ. 1948 ഈ സമരം ബലം കണ്ടു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാകുന്നു ജീവിത സമരം. C. കേശവൻ എഴുതിയ ബുക്കാകുന്നു ക്രിസ്തു സഹസ്രനാമം. ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ച അവസരത്തിൽ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന പ്രസ്താവന നടത്തിയത് C. കേശവനാകുന്നു. കാറൽ മാക്സിനെ ഭഗവാൻ കാറൽ മാക്സ് എന്ന് വിളിച്ചതും C. കേശവനാകുന്നു. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട C. കേശവന് വേണ്ടി കേസ് നടത്തിയത് TM വർഗീസ് ആകുന്നു. 1948 തിരുവിതാംകൂറിലെ പ്രഥമ മന്ത്രിസഭയിൽ C. കേശവൻ മന്ത്രിയായിരുന്നു. T.R. കൃഷ്ണസ്വാമി അയ്യർ 1890 to 1935. He had a lifespan of 45 years. T.R. കൃഷ്ണസ്വാമി അയ്യരെ കുറിച്ച് നമുക്ക് 3 ഫാക്ടുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത്, ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ജാഥ നയിച്ചത് T.R. കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരാം. ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന്, അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറയ്ക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12 എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5 ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നുപോകാതെ കൃത്യമായി ഓർത്തു വെക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും.
ദണ്ഡി യാത്രയിലെ അതായത് ഉപ്പു സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പു സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പു സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയായിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തിലെത്തി. 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതോട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12 പിന്നീട് 1930 ഏപ്രിൽ 5 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5, ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷം എല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23 അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളായിട്ടാണ്. മാർച്ച് 12 തുടങ്ങി, ഏപ്രിൽ 5 എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ മാറിപ്പോകാതെ പ്രത്യേകം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു. കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട പി.സി. കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. എ.കെ.ജി. അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട്, അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തിൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെപ്പറ്റി അവസാനിപ്പിച്ചത്. ഓക്കെ. അതുപോലെ 1924 കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയതും ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. കൽപ്പാത്തി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. കൽപ്പാത്തി സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രപ്രവേശനവും റോഡിലൂടെ നടക്കുന്നതിനുള്ള അവകാശവുമായി സംബന്ധിച്ച് നടന്ന സമരമാകുന്നു കൽപ്പാത്തി സമരം. ഈ ഒരു 1924 നടന്ന കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. അതുപോലെ ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചതും ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാകുന്നു. കെ അയ്യപ്പൻ, അതായത് സഹോദരൻ അയ്യപ്പൻ, 1889 to 1968. He had a lifespan of 79 years. കെ അയ്യപ്പനെയാണ് സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. ആധുനിക മലയാള പ്രസംഗ കലയുടെ പിതാവാകുന്നു കെ അയ്യപ്പൻ, അതായത് സഹോദരൻ അയ്യപ്പൻ. എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാഗസീൻസ് ആകുന്നു സഹോദരൻ, യുക്തിവാദി, വേലക്കാരൻ തുടങ്ങിയവ. 1917 ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനായ സഹോദര സംഘം ചെറായിയിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ വിദ്യാഭൂഷണി സഭയും സഹോദരൻ അയ്യപ്പന്റേതാകുന്നു. മിശ്ര ഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 1917 ചെറായിയിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ സംഘടിപ്പിച്ചതും സഹോദരൻ അയ്യപ്പനാകുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന പ്രസ്താവനയും സഹോദരൻ അയ്യപ്പന്റേതാകുന്നു. അനാഥ കുട്ടികൾക്ക് വേണ്ടി ആനന്ദ ഭവനവും അഭയാർത്ഥികൾക്ക് വേണ്ടി ശാന്തി മന്ദിരം എന്ന പേരിൽ അഭയമന്ദിരം സ്ഥാപിച്ചതും സഹോദരൻ അയ്യപ്പനാകുന്നു. അതുപോലെ ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്.
1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാകുന്നു സഹോദരൻ അയ്യപ്പൻ. 1928 സഹോദരൻ അയ്യപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 21 വർഷക്കാലം അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ തുടർന്നു. 1938 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയതും സഹോദരൻ അയ്യപ്പനാകുന്നു. കൊച്ചിയിലും തിരുക്കൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു സഹോദരൻ അയ്യപ്പൻ. അതുപോലെ സഹോദരൻ അയ്യപ്പൻ കൊച്ചി പ്രജാമണ്ഡലം പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദര സംഘത്തിന്റെ കീഴിൽ, അതായത് 1917 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘം എന്ന ഓർഗനൈസേഷന്റെ കീഴിൽ സംഘടിപ്പിച്ച ആദ്യ പരിപാടിയാകുന്നു മിശ്രഭോജനം. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, അതാകുന്നു സഹോദരി കുറത്തി. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, അതിന്റെ പേരാകുന്നു കാശി മഹാത്മ്യം. പാമ്പാടി ജോൺ ജോസഫ് 1887 to 1940. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 53 years. ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു പാമ്പാടി ജോൺ ജോസഫ്. കോട്ടയത്ത് പാമ്പാടി എന്ന സ്ഥലത്ത് അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാരംഭം. 1914 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് ഇദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു. പാമ്പാടി ജോൺ ജോസഫുമായി സംബന്ധിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 4 വർഷങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അവയാകുന്നു 1919, 1921, 1923, 1931. 1919 പാമ്പാടി ജോൺ ജോസഫ് കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നും സാധുജന ദൂതൻ മാസിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1921 പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപീകരിച്ചു. അതുപോലെ 1923 ചേരവംശത്തിലെ അവസാനത്തെ നാടുവാഴിയുടെ പിന്മുറക്കാരായ ഐക്കര നാടുവാഴി എന്നറിയപ്പെടുന്ന ഐക്കര കുറുപ്പന്മാർക്ക് സ്വീകരണം സംഘടിപ്പിച്ചതും ശ്രീ പാമ്പാടി ജോൺ ജോസഫ് ആകുന്നു. പുലയർ കേരളത്തിലെ ആദിമ നിവാസികളാണെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാകുന്നു പാമ്പാടി ജോൺ ജോസഫ്. 1931 പാമ്പാടി ജോൺ ജോസഫിനെ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാകുന്നു സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, അതുപോലെ ചേരമ ബോയ് എന്നീ പുസ്തകങ്ങൾ ശ്രീ പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാകുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ 4 ഓർഗനൈസേഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അവയാകുന്നു, ആ സംഘടനകളുടെ പേരെന്ന് വായിക്കാം: ചേരമർ സംഘം, ചേരമർ സഭ, തിരുവിതാംകൂർ ചേരമർ സഭ, സാധുജന ദൂതൻ മാസിക. വാഗ്ബടാനന്ദൻ 1885 to 1989. He passed away at the age of 54. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്നത്. വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമമാകുന്നു വയലേരി കുഞ്ഞിക്കണ്ണൻ. അതായത് കുഞ്ഞിക്കണ്ണൻ എന്നാകുന്നു വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമം. അദ്ദേഹം ജനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാട്ടിൻ ഗ്രാമത്തിലാകുന്നു. വാഗ്ബടാനന്ദന്റെ അച്ഛന്റെ പേരാകുന്നു കോരൻ, അമ്മയുടെ പേര് ചീരുവമ്മ. വാഗ്ബടാനന്ദന്റെ അധ്യാപകനാകുന്നു VK ഗുരുക്കൾ. ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്ന വാഗ്ബടാനന്ദന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നാകുന്നു. ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിത കാലഘട്ടം 1852 മുതൽ 1929 വരെയാകുന്നു. അതായത് 77 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു. മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ആലത്തൂർ സ്വാമികളെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. കാരണം 1907 പാലക്കാട്ടെ ആലത്തൂരിലെ വാനൂരിൽ ഇദ്ദേഹത്തിന് ഒരു സിദ്ധാശ്രമം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ആലത്തൂർ സ്വാമികളെന്നും അറിയപ്പെടുന്നു. സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് കളിയാക്കി വിളിച്ചു. ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എന്നാകുന്നതിന്റെ മീനിങ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമാകുന്നു ആനന്ദ മഹാസഭ. 1918 ആനന്ദ മഹാസഭയ്ക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി രൂപം നൽകുന്നത്. ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയായിരുന്നു. ആദ്യ സെക്രട്ടറി രാമപണിക്കറുമായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലശേഷം ആശ്രമത്തെ നയിച്ചത് നിർമ്മലാനന്ദഗിരിയാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമായ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ് താഴെ പറയുന്നു: ഹിന്ദുമതത്തിലെ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കുക, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതിരിക്കുക, മാംസാഹാരം ഒഴിവാക്കുക, ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകത്തിന്റെ പേരാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം: ആനന്ദകുമ്മി, ആനന്ദ വിമാനം, ആനന്ദ ദർശനം, ആനന്ദഗണം, ആനന്ദസൂത്രം, ശിവയോഗ രഹസ്യം, ശ്രീ വിദ്യാപോഷിണി, മോക്ഷപ്രദീപം, വിഗ്രഹാരാധന ഗന്ധനം എന്നിവയാകുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ. ഓക്കെ, 1917 കോഴിക്കോട് വടകരയിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച പ്രശസ്തമായ സംഘടനയാകുന്നു ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാവ്യത്തെ സ്വതന്ത്ര ചിന്താമണി എന്നാണ് പറയുന്നത്. സ്ത്രീകളിലെ പീരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഏറ്റുമാറ്റ് എന്ന ദുരാചാരം അവസാനിപ്പിച്ചത് വാഗ്ബടാനന്ദനാകുന്നു. അതുപോലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രീതിഭോജനം നടപ്പാക്കിയതും വാഗ്ബടാനന്ദനാകുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട്, ഊരാളുങ്കൽ നാണയനിധി സംഘം എന്നിവയുടെ സ്ഥാപകനും കൂടിയാകുന്നു വാഗ്ബടാനന്ദൻ. അതുപോലെ തന്നെ ആത്മവിദ്യാകാഹളം, അഭിനവ കേരളം, യജമാനൻ എന്നീ വാർത്താപത്രികകളുടെയും, വാർത്താപത്രികകൾ എന്ന് പറയുമ്പോൾ ന്യൂസ് ലെറ്റേഴ്സിന്റെയും സ്ഥാപകൻ കൂടിയാകുന്നു വാഗ്ബടാനന്ദൻ. ഇതിൽ പറയുന്ന ആത്മവിദ്യാകാഹളം എന്ന വാർത്താപത്രികയുടെ എഡിറ്ററായിരുന്നു, അതായത് പത്രാധിപരായിരുന്നു CP രാമൻ. ഇതിൽ പറയുന്ന അഭിനവ കേരളം മാസികയുടെ മുദ്രാവാക്യമാകുന്നു: ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. 1932 വാഗ്ബടാനന്ദൻ അദ്ദേഹത്തിന്റെ ആത്മവിദ്യാകാഹളം എന്ന ന്യൂസ് ലെറ്ററിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രഡക്ടറി സ്പീച്ച് എഴുതിയിട്ടുണ്ട്. ആ സ്പീച്ച് വളരെ പ്രസിദ്ധമാണ്. അത് ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന മുഖപ്രസംഗം ആത്മവിദ്യാകാഹളത്തിൽ 1932 എഴുതിയത് വാഗ്ബടാനന്ദനാകുന്നു.
അതുപോലെ ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും എന്ന കൃതി എഴുതിയതും വാഗ്ബടാനന്ദനാകുന്നു. വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത് 1914 1914 ആലുവ ആശ്രമത്തിൽ വെച്ചിട്ടാണ് വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത്. വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്നത്. അതുപോലെ കോഴിക്കോട് കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് തത്വപ്രകാശികാശ്രമം എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചതും പിന്നീട് കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദിശാല സ്ഥാപിച്ചതും വാഗ്ബടാനന്ദനാകുന്നു. ഈ പറയുന്ന ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ പ്രവർത്തകരായിരുന്നു ഭാർഗവിയമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ, കെ ദേവയാനിയമ്മ തുടങ്ങിയവർ. കെ ദേവയാനിയമ്മ ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിംഗിന്റെ ആദ്യ സെക്രട്ടറിയുമായിരുന്നു. സാമൂഹിക പരിഷ്കരണത്തെ ദേശീയ പ്രസ്ഥാനത്തോട് കൂട്ടിയോജിപ്പിക്കുകയും സാമ്പത്തിക പരിഷ്കരണത്തിന്റേതായ കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്ത വ്യക്തിയാകുന്നു വാഗ്ബടാനന്ദൻ. അതുപോലെ ജ്ഞാനപാഠശാല, മലബാർ കർഷക സംഘം എന്നിവ രൂപീകരിച്ചതും വാഗ്ബടാനന്ദനാകുന്നു. വാഗ്ബടാനന്ദന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരൊക്കെ വായിക്കാം: മാനസചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാഞ്ജലി, ഈശ്വര വിചാരം, ആത്മവിദ്യ, അതുപോലെ ആത്മവിദ്യാ ലേഖമാല, ആത്മയുദ്ധം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവ രചിച്ചതും വാഗ്ബടാനന്ദനാകുന്നു. ഇതിൽ പറയുന്ന ആത്മവിദ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ആത്മവിദ്യാ സംഘം രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് പറയപ്പെടുന്ന ഗ്രന്ഥമാകുന്നു ആത്മവിദ്യാ ഗ്രന്ഥം. ഓക്കെ, താങ്ക് യു. കെ കേളപ്പൻ 1889 to 1971. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 82 years. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കെ കേളപ്പൻ. കോഴിക്കോട് പയ്യോളിക്കടുത്തെ മുച്ചുകുന്ന് ഗ്രാമത്തിലാണ് ശ്രീ കെ കേളപ്പൻ ജനിക്കുന്നത്. 1923 മാർച്ച് 18 സി കേശവ മേനോന്റെ ഓണർഷിപ്പിൽ ആരംഭിച്ച മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായി 1929 അതുപോലെ 1936 കാലഘട്ടത്തിൽ കെ കേളപ്പൻ ജോലി ചെയ്തിട്ടുണ്ട്. 1927 കോഴിക്കോട് എംപവർമെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസിന് വേണ്ടി, അതായത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അൺടച്ചബിളിന് വേണ്ടി തുടങ്ങിയ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. നമുക്കിവിടെ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എംപവർമെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അൺടച്ചബിൾ എന്നുള്ളതിന്റെ മലയാളം വാക്കാണ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത്. അത് ഇതാകുന്നു: അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ 1927 കോഴിക്കോട് അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. NSSന്റെ സ്ഥാപകനും മന്നത്ത് പത്മനാഭനായിരുന്നു. നമുക്കറിയാമല്ലോ. മഹാത്മാഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാകുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റും കെ കേളപ്പൻ ആയിരുന്നു. കോഴിക്കോട് പയ്യോളിക്ക് സമീപം കെ കേളപ്പൻ സ്ഥാപിച്ച വിദ്യാലയമാകുന്നു ശ്രദ്ധാനന്ദ വിദ്യാലയം. അതുപോലെ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയുമായിരുന്നു കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു. ഓക്കെ, കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു. കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ്ണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ്ണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1930 നടന്ന പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും കെ കേളപ്പനായിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം
ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന്, അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം, ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12 എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5 ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നു പോകാതെ കൃത്യമായി ഓർത്തു വയ്ക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം, ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാകുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തിലെത്തി. 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതോട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12 പിന്നീട് 1930 ഏപ്രിൽ 5 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5, ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷമെല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23 അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിട്ടാണ്. മാർച്ച് 12 തുടങ്ങി, ഏപ്രിൽ 5 എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ മാറിപ്പോകാതെ പ്രത്യേകം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട പി.സി. കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. എ.കെ.ജി അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട്, അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു
ആകെ തുകയായിട്ടാണ്. അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തിൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെപ്പറ്റി അവസാനിപ്പിച്ചത്. ഓക്കെ. കല്യാശ്ശേരി സമരം കെ കേളപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കല്യാശ്ശേരി സമരം എന്താണെന്ന് പറയാം. തീണ്ടൽ ജാതിക്കാരുടെ, അതായത് അയിത്ത ജാതിക്കാരുടെ സഞ്ചാരവും അതുപോലെ അവരുടെ സ്കൂൾ പ്രവേശനം തുടങ്ങിയ അവകാശങ്ങൾക്ക് വേണ്ടി കെ കേളപ്പനും സ്വാമി ആനന്ദ തീർത്ഥനും നയിച്ച സമരമാകുന്നു കല്യാശ്ശേരി സമരം. 1931-32 കാലഘട്ടങ്ങളിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 നിരാഹാര സമരം അവസാനിപ്പിച്ചു. 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിലാണ് കോഴിക്കോട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത്. 1938 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആദ്യ പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു. 1947 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷത്തിൽ തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചതും കെ കേളപ്പനാകുന്നു. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത, അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് കെ കേളപ്പനായിരുന്നു. അതുപോലെ 1951 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ നേതാവുമായിരുന്നു കെ കേളപ്പൻ. ദെൻ 1958 കോഴിക്കോട് കേരള സർവോദയ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റും കെ കേളപ്പൻ ആയിരുന്നു. കെ കേളപ്പൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്യമാകുന്നു, ആസ് ലോങ് ആസ് കാസ്റ്റ് ഡിസേബിലിറ്റീസ് എക്സിസ്റ്റഡ് ദെയർ കുഡ് ബി നോ സ്വരാജ്. അതായത് ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല. ടി കെ മാധവൻ 1885 - 1930. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 45 years. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ്, പ്രയോക്താവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം നൽകിയതും ടി കെ മാധവനാകുന്നു. എന്നാൽ 1931 നവംബർ 1 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു. ഇത് മാറിപ്പോകാതെ പഠിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം കൊടുത്തതും ടി കെ മാധവനാകുന്നു. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം 1924 മാർച്ച് 30 മുതൽ തുടങ്ങി 1925 നവംബർ 23 വരെയാകുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം 1936 നവംബർ 12 അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന വർഷം 1931 നവംബർ 1 വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും നേതൃത്വം നൽകിയത് ടി കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനുമാകുന്നു. ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൗരസമത്വവാദം, മദ്യവർജന പ്രക്ഷോഭനം, ക്ഷേത്രപ്രവേശനവാദം, SNDPയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം, ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൗരസമത്വവാദം, മദ്യവർജന പ്രക്ഷോഭനം, ക്ഷേത്രപ്രവേശനവാദം, SNDPയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1915 ടി കെ മാധവൻ ആരംഭിച്ച പത്രമാകുന്നു ദേശാഭിമാനി. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രവുമായിട്ട് ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന് ഒരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ ദേശാഭിമാനി ആ പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴത്തെ ദേശാഭിമാനി ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രവുമായിട്ട് ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രത്തിന് ഒരു ബന്ധവുമില്ല. അന്നത്തെ കാലത്ത് തുടങ്ങിയെന്ന് പറയുന്ന കേരള കൗമുദി, സ്വദേശാഭിമാനി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ ആ പത്രങ്ങളൊക്കെ തന്നെ വൈൻഡപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്ന കേരള കൗമുദി, സ്വദേശാഭിമാനി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളൊക്കെ അന്നത്തെ കാലത്തെ പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പത്രത്തിന്റെ കണ്ടിന്യൂഷൻ അല്ല ഇപ്പോൾ കാണുന്ന പത്രങ്ങളൊക്കെ. ഓക്കെ. ടി കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതിയാകുന്നു എന്റെ ജയിൽ ജീവിതം. ഇദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷന്റെ പേരാകുന്നു ഈഴവ സമാജം. എന്നാൽ ട്രാവൻകൂർ ഈഴവ സമാജമുണ്ട്, അത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആകുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം, ടി കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, അതിന്റെ പേരാകുന്നു എന്റെ ജയിൽ ജീവിതം. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു സംഘടനയുണ്ട്, അതിന്റെ പേരാകുന്നു ഈഴവ സമാജം. എന്നാൽ ട്രാവൻകൂർ ഈഴവ സമാജം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആകുന്നു. അത് മാറിപ്പോകാതെ പഠിക്കുക. ദെൻ ടി കെ മാധവൻ മഹാത്മാഗാന്ധിജിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ടി കെ മാധവൻ മഹാത്മാഗാന്ധിജിയെ മീറ്റ് ചെയ്ത വർഷം 1921 സെപ്റ്റംബർ 24 അത് തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ട് ടി കെ മാധവൻ മഹാത്മാഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ വർഷം 1921 സെപ്റ്റംബർ 24 1923 ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസ് കോൺഫറൻസിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചതും ടി കെ മാധവനാകുന്നു. അതുപോലെ ഡൽഹിയിലെ ആര്യ സമാജത്തിൽ കേരളത്തിലെ ഐത്തം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഓക്കെ. പണ്ഡിറ്റ് കറുപ്പൻ 1885 - 1938. ഹിസ് ലൈഫ് ലാസ്റ്റഡ് 53 years. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാകുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പന്റെ വീട്ടുപേരാകുന്നു സാഹിത്യകുടീരം. പണ്ഡിറ്റ് കറുപ്പനെ പ്രശസ്തമാക്കിയ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. 1913 പ്രശസ്തമായ കൊച്ചിക്കായൽ സമ്മേളനം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാൻ കൂടിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി രാജാവ്, കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പട്ടങ്ങൾ നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശത്തിലെ അംഗമായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകി ആദരിച്ചിട്ടുമുണ്ട്. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കൃതിയാകുന്നു സ്ത്രോത്രമന്ദാരം. കൊച്ചിൻ പുലയ മഹാസഭ കൃഷ്ണാദി ആശാനോടൊപ്പം രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാകുന്നു.
പ്രശസ്ത നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാകുന്നു സമാധി സപ്താഹം. ശാകുന്തളം വഞ്ചിപ്പാട്ട്, ജാതി കുമ്മി തുടങ്ങിയവ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്തമായ കൃതികളാകുന്നു. ജാതി കുമ്മി എന്നത് ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യസങ്കല്പമാകുന്നു. 1938 പ്ലൂറസി എന്ന രോഗം ബാധിച്ചാണ് പണ്ഡിറ്റ് കറുപ്പൻ മരണപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് കൂടി പറയാനുണ്ട്, അതുകൂടി പറയാം. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. അത് 1926, 1927 ഈ വർഷങ്ങൾ തുടർന്നു. പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് സംഘടനകൾ, അതായത് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് ഓർഗനൈസേഷൻസിന്റെ പേരൊക്കെ ഒന്ന് വായിക്കാം. അത് എക്സാമിന് ഓപ്ഷൻസിൽ വരാറുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. 1907 അരയ സമാജം, ദെൻ തേവര സുധർമ്മ സൂര്യോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ, കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ, ആനപ്പുഴയിൽ കല്യാണദായിനി സഭ, വൈക്കത്തു വാലാസേവാ സമിതി, തേവരയിൽ വാല സമുദായ പരിഷ്കാരിണി സഭ, പറവൂരിൽ സമുദായ സേവിനി. കുറുമ്പൻ ദൈവത്താൻ 1880-1927. ഹി പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 47. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാകുന്നു, കുറുമ്പൻ ദൈവത്താനെ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. അതുപോലെ രണ്ടാമത്തെ ഫാക്ട് ആകുന്നു, ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനെ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് മാറിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ഫാക്ട്സ് കൂടി ഉണ്ട്, അതുകൂടി പറയാം. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജത്തിന്റെ സ്ഥാപകനാകുന്നു കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി. പുലയ മഹാസഭയുടെ സ്ഥാപകനാകുന്നു അയ്യങ്കാളി. അപ്പോൾ ഇത്തരം ഫാക്ട്സുകൾ മാറിപ്പോകാതെ വേണം പഠിച്ചു വെക്കാൻ. ഓക്കെ, കുറുമ്പൻ ദൈവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ. കുറുമ്പൻ ദൈവത്താന്റെ ആദ്യകാല നാമമാകുന്നു നടുവത്തമ്മൻ. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാകുന്നു. കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് 1917 1917 തന്നെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുറുമ്പൻ ദൈവത്താനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു കുറുമ്പൻ ദൈവത്താൻ. അതിന്റെ വർഷം 1917 ആകുന്നു. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും കഥാകൃത്തുമായ ബാബു തോമസ് എഴുതിയ ജീവചരിത്രമാകുന്നു നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്. പൊയ്കയിൽ യോഹന്നാൻ 1879-1939. ഹി lived up to the age of 60. 1879 പത്തനംതിട്ടയിലെ ഇരുവിപേരൂരിൽ ആണ് പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. പൊയ്കേൽ യോഹന്നാനെ കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി, പൊയ്കേൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കുമാരഗുരുദേവൻ എന്നതാകുന്നു പൊയ്കേൽ യോഹന്നാനെ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ പേര്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു കുമാരൻ. ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും എന്നാൽ 1909 അതായത് ഇദ്ദേഹത്തിന്റെ 30-ാം വയസ്സിൽ ക്രിസ്തുമതം വിട്ട് ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാകുന്നു പൊയ്കേൽ യോഹന്നാൻ. 1909 അതായത് 1909 ഇദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാകുന്നു PRDS, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. PRDSന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂരാകുന്നു. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വ്യക്തി കൂടിയാകുന്നു പൊയ്കേൽ യോഹന്നാൻ. 1937 അതായത് 1937 തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വെച്ച് പൊയ്കേൽ യോഹന്നാൻ മഹാത്മാഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1914 ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സമാധാനം ലോകർക്ക് സമാധാനം എന്ന യുദ്ധവിരുദ്ധ റാലി നയിച്ചത് പൊയ്കേൽ യോഹന്നാനാകുന്നു. 1921 1931 പൊയ്കേൽ യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ റയറ്റ്സ് ആകുന്നു, അതായത് ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളാകുന്നു അടിലഹള, വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, വെട്ടിയാട്ട് ലഹള, മംഗലം ലഹള, വെള്ളഞ്ഞിടി ലഹള തുടങ്ങിയവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു. മന്നത്ത് പത്മനാഭൻ. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1878 to 1970. ഹി lived up to the age of 92. 1878 ജാനുവരി 2 കോട്ടയത്തെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ അധ്യാപകനായി ജീവിതം ആരംഭിക്കുകയും പിന്നീട് അഡ്വക്കേറ്റ് ആവുകയും ചെയ്തു. NSS എന്നറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാകുന്നു NBJS. NBJSന്റെ ഫുൾ ഫോം നായർ ഭൃത്യജന സംഘം എന്നാകുന്നു. പിന്നീട് NBJS എന്ന് പറഞ്ഞാൽ നായർ ഭൃത്യജന സംഘം എന്നാകുന്നു. നായർ ഭൃത്യജന സംഘം എന്നറിയപ്പെടുന്ന NBJSനെ നായർ സർവീസ് സൊസൈറ്റി, അതായത് NSS എന്ന പേരിലേക്ക് നിർദ്ദേശിച്ചത് K പരമപിള്ളയാകുന്നു. അതായത് 1914 NSS രൂപീകരിച്ചപ്പോൾ NSSന്റെ ആ സമയത്തെ പേര് NBJS എന്നായിരുന്നു. പിന്നീട് 1915 NBJSനെ NSS എന്ന പേരിലേക്ക് മാറ്റിയത്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്. NSS രൂപീകരിച്ച വർഷം 1914 ഒക്ടോബർ 31 ആകുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് NSSന്റെ ആസ്ഥാനം.
NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു കെ കേളപ്പൻ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കാലഘട്ടത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ 1981 to 1982 പീരീഡ്സിലാണല്ലോ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. അത് രണ്ടൊന്ന് റിവേഴ്സ് ഓർഡറിൽ പഠിച്ചാൽ മതി. ഓക്കെ, NSSന്റെ ആദ്യ സെക്രട്ടറി ആകുന്നു മന്നത്ത് പത്മനാഭൻ, NSSന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു കെ കേളപ്പൻ. എന്നാൽ 1981 to 1982 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. ഓക്കെ, 1924 to 1925 പീരീഡ്സിൽ നടന്ന വൈക്കം സത്യാഗ്രഹ കാലത്ത് കോട്ടയത്തെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സമ്പൂർണ്ണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കോട്ടയത്തെ കറുകച്ചാലിൽ ആയിരുന്നു. കെ കേളപ്പനായിരുന്നു കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ. NSSന്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു സർവീസ്. അതായത് NSSന്റെ മുഖപത്രത്തിന്റെ പേരാകുന്നു സർവീസ്. പിന്നീട് തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ NSSന്റെ പുതിയൊരു ശാഖ സ്ഥാപിച്ചു. അതിന്റെ പേരാകുന്നു ഉത്തര കേരള നായർ സമാജം. 1921 മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യ വനിതയാകുന്നു. NSSന്റെ മൂലധന ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പാടിയ ഗാനമാകുന്നു പന്തളം KP രാമൻപിള്ള രചിച്ച അഖിലാണ്ട മണ്ഡലം. മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗമാകുന്നു ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് 1947 നടത്തിയ മുതുകുളം പ്രസംഗം. ഈ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പുരോഗതിയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെതിരായ നിലപാടുകളെക്കുറിച്ചുമെല്ലാം പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്, തന്റെ എല്ലാ ആസ്തികളും സാമൂഹ്യ സേവനത്തിനായി താൻ ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനവും മുതുകുളം പ്രസംഗത്തിൽ 1947 മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ ജീവിത സ്മരണകൾ. 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി നൽകി മന്നത്ത് പത്മനാഭനെ ആദരിക്കുകയുണ്ടായി. ഇതേ വർഷം തന്നെ 1959 യൂറോപ്യൻ പര്യടനം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത്. 1970 ഫെബ്രുവരി 25 കോട്ടയത്തെ പെരുന്നേൽ വെച്ചാണ് മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1973 NSS രൂപം നൽകിയ മറ്റൊരു പാർട്ടിയാകുന്നു NDP. NDPയുടെ ഫുൾ ഫോം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. മന്നത്ത് പത്മനാഭൻ എഴുതിയ പ്രധാനപ്പെട്ട ഒരു നോവലാകുന്നു സ്നേഹലത. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാകുന്നു പഞ്ചകല്യാണി നിരൂപണം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2-3 ഫാക്ട് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. 1959 വിദ്യാഭ്യാസ നിയമവുമായി സംബന്ധിച്ചും ഭൂപരിഷ്കരണ നിയമവുമായി സംബന്ധിച്ച് പാസ്സാക്കിയ ബില്ലിനെതിരെ 1959 മന്നത്ത് പത്മനാഭൻ 2 സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പേരാകുന്നു വിമോചന സമരവും മറ്റൊന്നിന്റെ പേരാകുന്നു ജീവശിഖ ജാഥയും. 1959 ജൂൺ 12 വിമോചന സമരത്തിന് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകുന്നത്. ഇതേ വർഷം തന്നെ 1959 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. R ശങ്കറുമായി ചേർന്ന് മന്നത്ത് പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലവും അതുപോലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയും രൂപീകരിച്ചു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് KM പണിക്കർ വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രദ്ധിക്കുക, ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ്, ക്ഷേത്രമല്ല. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ, വേമ്പനാട്ടു കായലിന്റെ കിഴക്കേ കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് TK മാധവൻ ആയിരുന്നു. ഇതിന്റെ ഭാഗമായി 1924 ജാനുവരി 24 എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ K വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐക്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം. കാലങ്ങളായുള്ള ഐക്യോച്ചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1800കളിൽ തുടങ്ങിയ ഐക്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1924 മാർച്ച് 30 തുടങ്ങിയ ഈ സമരം 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു TK മാധവൻ. 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു. അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു. റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണ ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ്.
1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ, ശ്രദ്ധിക്കണം, സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം, വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് ME നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ. തമിഴ്നാട്ടിൽ നിന്നും EV രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ, അതായത് 1924 മാർച്ച് 30-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാൽ സിംഗ്, കൃപാൽ സിംഗ്. അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേതരായവരിൽ, അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ബജയമാതരം മാത്തുണ്ണി, അബ്ദുറഹ്മാൻ സാഹിബ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925-ൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925-ൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ്, C രാജഗോപാലാചാരി, അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1806-ൽ നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം. 1924-ലെ വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം 1806-ൽ ആ നാട്ടിലെ 200ഓളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവമായ ഒരു ജാഥ നടത്തി. ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാഥയിൽ പങ്കെടുത്ത 200-ലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ട് മൂടി. ഈ സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ദളവാകുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കുളം, അതായത് ഈ ഒരു ദളവാകുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു TK മാധവൻ. 603 ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാകുന്നു. ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928-ൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956-ന് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ K കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനായിരുന്നു. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931-ൽ കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931-ലെ 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1-ന് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931-ലെ 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1-നാകുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K കേളപ്പനാകുന്നു. ഓക്കെ, K കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും K കേളപ്പൻ തന്നെയായിരുന്നു. K കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്.
അതുമാത്രമല്ല ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 K കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 K കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം, ദാറ്റ് മീൻസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ്, സൃഷ്ടാവ്, പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു TK മാധവൻ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12 മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 1112 തുലാം 27 ആകുന്നു. 1936 നവംബർ 12 മലയാള മാസം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12, അതിന്റെ മലയാള മാസം 1112 തുലാം 27. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു. അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദ അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ഓഫ് ദി പീപ്പിൾസ് സ്പിരിച്വൽ എമാൻസിപ്പേഷൻ എന്നുകൂടി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുകൂടി മഹാത്മാഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക. 1936 തിരുവിതാംകൂറിലും 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി. നമുക്കിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് തിരുവിതാംകൂറാണ്. അത് 1936 നവംബർ 12 മലയാള മാസം 1112 തുലാം 27 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സൃഷ്ടാവ്, പിതാവ്, പ്രയോക്താവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാകുന്നു TK മാധവൻ. മൂർക്കോത്ത് കുമാരൻ. His period of life was from 1874 to 1941. That means he lived up to the age of 61. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ റിനൈസൻസ് ലീഡറാകുന്നു മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരന്റെ തൂലികാനാമമാകുന്നു വജ്രസൂചി. 1907 മിതവാദി എന്ന പത്രം തുടങ്ങുമ്പോൾ ആ പത്രത്തിന്റെ ആദ്യ എഡിറ്ററായിരുന്നു മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരിക്കുന്ന ടൈമിലാണ് കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാകുന്നു കണ്ണൂരിലെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ ആ പ്രതിമ സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്ത വ്യക്തി കൂടിയാകുന്നു മൂർക്കോത്ത് കുമാരൻ. K രാമകൃഷ്ണപിള്ള, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. His period of life was from 1878 to 1916. That means he lived up to the age of 38. K രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെടുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകുന്നു. 1905 തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഈ പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു, അതായത് ആദ്യ എഡിറ്ററായിരുന്നു CP ഗോവിന്ദൻ പിള്ള. പിന്നീട് 1906 അതായത് 1906 P രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവേശിക്കുന്നത്. അതായത് സ്വദേശാഭിമാനി പത്രം 1905 തുടങ്ങുന്നത്. 1906 P രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി, അതായത് പത്രാധിപരായി പ്രവേശിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ 1878 K രാമകൃഷ്ണപിള്ള ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ പേരാകുന്നു കൂടില്ലാ വീട്. 1901 കേരള പഞ്ചികയുടെയും 1903 മലയാളി പത്രത്തിന്റെയും 1905 കേരളൻ എന്ന പത്രത്തിന്റെയും 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി, അതായത് പത്രാധിപരായി K രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട്. കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലികാനാമവും കേരളൻ എന്ന് തന്നെയായിരുന്നു. കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്തത് 1905
ഒരിക്കൽ കൂടി പറയാം, 1901 കേരള പഞ്ചികയുടെയും 1903 മലയാളി പത്രത്തിന്റെയും 1905 കേരളൻ എന്ന പത്രത്തിന്റെയും 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി, അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കെ രാമകൃഷ്ണപിള്ള തുടങ്ങിയ വനിതാ മാസികയുടെ പേരാകുന്നു ശാരദ. ഈ ശാരദ എന്നു പേരുള്ള ഈ വനിതാ മാസികയുടെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്ന കല്യാണിക്കുട്ടിയമ്മ ആയിരുന്നു. വിദ്യാർത്ഥി എന്ന മാസികയും കെ രാമകൃഷ്ണപിള്ളയുടേതായിരുന്നു. കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ നാട് കടത്തൽ. കെ രാമകൃഷ്ണപിള്ളയുടെ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ കെ രാമകൃഷ്ണപിള്ളയുടെ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാകുന്നു വ്യാഴവട്ട സ്മരണകൾ. 1910 എന്നത് കെ രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത ഒരു വർഷമാകുന്നു. 1910 ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും സംഭവിച്ചു. നല്ല കാര്യം ഏതാണെന്ന് പറയാം. 1910 കെ രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1910 കെ രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ അൺഫോർച്ചുനേറ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ കെ രാമകൃഷ്ണപിള്ള 1910 അന്നത്തെ ട്രാവൻകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന, അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത അങ്ങ് പുറത്തുവിട്ടു. അത് കാരണം കൊണ്ട് 1910 അദ്ദേഹത്തിന്റെ പത്രാഫീസ് കണ്ടുകെട്ടുകയും 1910 സെപ്റ്റംബർ 26 കെ രാമകൃഷ്ണപിള്ളയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം EMS മന്ത്രിസഭ വന്നപ്പോഴാണ് കെ രാമകൃഷ്ണപിള്ളയുടെ പത്രാഫീസ് അനന്തരാവകാശികൾക്ക് തിരികെ നൽകിയത്. പിന്നീട് 1913 കെ രാമകൃഷ്ണപിള്ള ആത്മപോഷിണി എന്ന പത്രത്തിന്റെ എഡിറ്ററായി, അതായത് പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1913 കെ രാമകൃഷ്ണപിള്ള ആത്മപോഷിണി എന്ന പത്രത്തിന്റെ പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം പത്രാധിപരായി ജോലി ചെയ്യുന്ന ടൈമിൽ, അതായത് അന്നൊക്കെ അദ്ദേഹം പത്രത്തിന്റെ എഡിറ്ററായി ജോലി ചെയ്യുന്ന ടൈമിൽ ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന റോയിറ്റേഴ്സ് പത്രത്തിൽ നിന്നും വിദേശ വാർത്തകൾ സ്വീകരിച്ചിരുന്നു. 1916 കെ രാമകൃഷ്ണപിള്ള മരണപ്പെടുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള കാരണം അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് നിന്നും അദ്ദേഹത്തെ നാട് കടത്തിയല്ലോ. പിന്നീട് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അതുകൊണ്ട് പിന്നീട് മലബാർ ഏരിയകളിലാണ് അദ്ദേഹം താമസിച്ചത്. അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അടക്കം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1916 കെ രാമകൃഷ്ണപിള്ള മരണപ്പെട്ടു. ഓക്കെ. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവനന്തപുരത്തെ പാളയത്തിൽ കെ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ദെൻ കെ രാമകൃഷ്ണപിള്ള, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടുകൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് കെ രാമകൃഷ്ണപിള്ളയാകുന്നു. അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത്. കെ രാമകൃഷ്ണപിള്ളയുടെ ആദ്യ കൃതിയുടെ പേരാകുന്നു ഭാര്യധർമ്മം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. അതായത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാകുന്നു. അതായത് കെ രാമകൃഷ്ണപിള്ളയാകുന്നു പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത്. ഓക്കെ. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെതിരെ എഴുതിയ ആർട്ടിക്കിൾ ആകുന്നു. അതിന്റെ പേര് 1,00,000 രൂപ എന്നാകുന്നു. 1,00,000 രൂപ എന്ന ആർട്ടിക്കിൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ശ്രീമൂലം തിരുനാളിനെതിരെ പത്രത്തിൽ എഴുതി. അത് വലിയ വിവാദമാക്കി ചെയ്തു. ഓക്കെ. ദെൻ ഇദ്ദേഹം ജനിച്ച വർഷമുണ്ടല്ലോ 1878 തന്നെയാണ് ലിപ്ടൺ നാട്ടുഭാഷാ പത്രനിയമം നിലവിൽ വന്നതും. ലിപ്ടൺ നാട്ടുഭാഷാ പത്രനിയമം നിലവിൽ വന്നത് ഇദ്ദേഹത്തിന്റെ ജനനവർഷമാണ് 1878. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കെ രാമകൃഷ്ണപിള്ളയുമായി സംബന്ധിച്ച എല്ലാ ഫാക്റ്റുകളും, നമുക്ക് എക്സാംസിന് ചോദിക്കുന്ന എല്ലാ ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. താങ്ക് യു. കുമാരനാശാൻ. ഹിസ് പീരിയഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1873 to 1924. ദാറ്റ് മീൻസ് ഹി lived up to the age of 51. കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ആധുനിക കവിയത്രങ്ങളിൽ ഒരാളാകുന്നു കുമാരനാശാൻ. ആധുനിക കവിയത്രങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളത്തോളിനും ഉള്ളൂരിനും ഒപ്പമാകുന്നു കുമാരനാശാന്റെ സ്ഥാനം. പ്രാചീന കവിയത്രങ്ങളാകുന്നു കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എഴുത്തച്ഛൻ. തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിക്കുന്നത്. കുമാരനാശാന്റെ ബാല്യകാല നാമം കുമാരു എന്നാകുന്നു. കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുമാരനാശാന്റെ ആദ്യകാല രചനകൾ അച്ചടിച്ചിരുന്നത് കൊല്ലം ജില്ലയിലെ പറവൂരിലുള്ള പറവൂർ കേശവനാശാന്റെ സുജാനന്ദി മഠത്തിൽ നിന്നുമാണ് കുമാരനാശാന്റെ ആദ്യകാല രചനകൾ അച്ചടിച്ചിരുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രനാകുന്നു കുമാരനാശാൻ. മാനസപുത്രൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൽപ്പു മനസ്സാൽ തന്റെ മകനായി തന്നെയാണ് കുമാരനാശാനെ കണ്ടിരുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ശരിക്കും മകന്റെ പേരാകുന്നു ഡോക്ടർ നടരാജഗുരു. കുമാരനാശാനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത് ചിന്നസ്വാമി എന്നായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത് പെരിയസ്വാമി എന്നുമായിരുന്നു. ഡോക്ടർ പൽപ്പു കുമാരനാശാനെ വിളിച്ചിരുന്നത് ചിന്നസ്വാമി എന്നും ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിരുന്നത് പെരിയസ്വാമി എന്നുമായിരുന്നു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവുമായിരുന്നു. അന്നത്തെ കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള വിവേകോദയം എന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്റർ കൂടിയായിരുന്നു കുമാരനാശാൻ. 1920 ട്രാവൻകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കവിയുമാകുന്നു കുമാരനാശാൻ. 1922 രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിന്റെ തിരുവനന്തപുരത്തുള്ള ശിവഗിരി ആശ്രമം സന്ദർശിച്ചപ്പോൾ ടാഗോറും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തത് കുമാരനാശാൻ ആയിരുന്നു.
രവീന്ദ്രനാഥ് ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു ദിവ്യഗോകുലം. 1922 കുമാരനാശാന് മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി പട്ടം നൽകി ആദരിച്ചു. 1923 SNDP യോഗത്തിന്റെ പ്രസിഡന്റായി കുമാരനാശാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. കുമാരനാശാൻ പാലക്കാട് ജൈനമേട് വെച്ച് രചിച്ച പ്രശസ്തമായ കൃതിയാകുന്നു വീണപ്പൂവ്. വീണപ്പൂവ് എന്നത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം കൂടിയാകുന്നു. കുമാരനാശാന്റെ അവസാനത്തെ കൃതിയുടെ പേരാകുന്നു കരുണ. കരുണ എന്ന കൃതിയിലെ കഥാപാത്രമാകുന്നു വാസവദത്ത എന്ന സ്ത്രീ. കുമാരനാശാന്റെ പ്രശസ്ത കൃതിയായ ചണ്ഡാല ഭിക്ഷുകിയിലെ കഥാപാത്രമാകുന്നു മാതങ്കി. അതുപോലെ കുമാരനാശാന്റെ മറ്റൊരു കൃതിയാകുന്നു ലീല. മദനും ലീലയുമാകുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ കാവ്യത്തിൽ ലീല മദനോട് പറയുന്ന ഒരു ഡയലോഗാകുന്നു മാംസനിബന്ധമല്ല രാഗം. അതായത് സ്നേഹം ശരീരബന്ധമല്ല, അത് തികച്ചും ആത്മീയമായ ഒന്നാകുന്നു. മലയാളത്തിലെ പ്രഗത്ഭനായ ഭാഷാ പണ്ഡിതനും കവിയും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു പ്രരോദനം. അതുപോലെ എഡ്വിൻ അർണോൾഡ് എന്ന പ്രശസ്ത പോയറ്റിന്റെ ശ്രീബുദ്ധനെ കുറിച്ച് എഴുതിയ പോം ആകുന്നു ലൈറ്റ് ഓഫ് ഏഷ്യ. ഈ കവിതയുടെ ട്രാൻസ്ലേഷനായ ശ്രീബുദ്ധ ചരിത്രം എഴുതിയത് കുമാരനാശാൻ ആകുന്നു. ദെൻ മലബാർ കലാപം, മിശ്രവിവാഹം എന്നിവയെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാകുന്നു ദുരവസ്ഥ. ആലപ്പുഴ ജില്ലയിലെ പള്ളനയിലെ റെഡിമാർ എന്ന പ്രദേശത്ത് 1924 ജനുവരി 16 ഉണ്ടായ ബോട്ടപകടത്തിൽ കുമാരനാശാൻ ഉൾപ്പെടെ ബോട്ടിലുണ്ടായ 23 പേർ മരണപ്പെട്ടു. കുമാരനാശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലിലാകുന്നു. വിപ്ലവത്തിന്റെ, അതായത് റവല്യൂഷന്റെ ശുക്രനക്ഷത്രം എന്നാണ് കുമാരനാശാനെ കുറിച്ച് പ്രശസ്ത പൊളിറ്റീഷ്യനും വാഗ്മിയും എഡ്യൂക്കേഷണൽ റീഫോമർ കൂടിയായ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ കുറിച്ച് വിശേഷിപ്പിച്ചത് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്നാകുന്നു. പ്രശസ്ത സാഹിത്യകാരനും സാഹിത്യ നിരൂപകനും പത്രപ്രവർത്തകനുമായിരുന്ന തായാട്ട് ശങ്കരൻ കുമാരനാശാനെ വിശേഷിപ്പിച്ചത് നവോത്ഥാനത്തിന്റെ കവി എന്നാകുന്നു. സുകുമാർ അഴീക്കോട് കുമാരനാശാനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാകുന്നു ആശാന്റെ സീതാകാവ്യം. കുമാരനാശാന്റെ നാടകത്തിന്റെ പേരാകുന്നു വിചിത്ര വിജയം. വിചിത്ര വിജയം എന്നുള്ളത് കുമാരനാശാന്റെ നാടകത്തിന്റെ പേരാകുന്നു. കുമാരനാശാനെ കുറിച്ച് സുകുമാർ അഴീക്കോട് എഴുതിയ പുസ്തകത്തിന്റെ പേരാകുന്നു ആശാന്റെ സീതാകാവ്യം. അതുപോലെ കുമാരനാശാന്റെ മറ്റ് കൃതികളുടെ പേരൊക്കെ ഒന്ന് വായിക്കാം. നളിനി, ലീല, ദിവ്യഗോകുലം, പുഷ്പവാടി, വീണപ്പൂവ്, മണിമാല, വനമാല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, ചണ്ഡാല ഭിക്ഷുകി, വാസവദത്ത, പ്രരോദനം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഒരു സിംഹപ്രസവം, ബാലരാമായണം, സ്ത്രോത്ര കൃതികൾ, നിജാനന്ദ വിലാസം. പിന്നെ ഒരു നാടകം കൂടിയുണ്ട്, വിചിത്ര വിജയം എന്ന നാടകം. CV കുഞ്ഞിരാമൻ. ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം 1871 to 1949. ദാറ്റ് മീൻസ് ഹി ലീവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 78. CV കുഞ്ഞിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് 2 പത്രങ്ങളെ കുറിച്ചാകുന്നു. ആ 2 പത്രങ്ങളുടെ പേരാകുന്നു കേരള കൗമുദിയും അതുപോലെ ഈഴവ കൗമുദിയും. കേരള കൗമുദി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമനായിരുന്നു എന്ന്. അങ്ങനെയല്ല. CV കുഞ്ഞിരാമന്റെ കാലത്ത് അച്ചടിച്ചിറക്കിയ കേരള കൗമുദി, ഈഴവ കൗമുദി എന്നീ 2 പത്രങ്ങൾ പിന്നീട് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഓക്കെ. അല്ലാതെ CV രാമന്റെ കേരള കൗമുദി പത്രവുമായിട്ട് ഇപ്പോഴത്തെ കേരള കൗമുദി പത്രത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, സാന്ദർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് CV കുഞ്ഞിരാമൻ എന്നുള്ള നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് 2 പത്രങ്ങളെ കുറിച്ചാകുന്നു, കേരള കൗമുദിയും ഈഴവ കൗമുദിയും. ഇനി കേരള കൗമുദി എന്ന് പറയുന്ന പത്രം CV കുഞ്ഞിരാമൻ ഇറക്കിയ വർഷം 1911 ആകുന്നു. 1911 കേരള കൗമുദി എന്ന് പറയുന്ന പത്രം അദ്ദേഹം ഇറക്കിയത്. CV കുഞ്ഞിരാമൻ ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടാകുന്നു. ഈ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് 1911 CV കുഞ്ഞിരാമൻ ആദ്യമായി കേരള കൗമുദി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. കേരള കൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആകുന്നു മൂലൂർ S പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യ മലയാളം പത്രമാകുന്നു കേരള കൗമുദി. അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം CV കുഞ്ഞിരാമൻ എഴുതിയിരുന്നു. ദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന ദേശാഭിമാനി പത്രമായിട്ട് അതിനെ കണക്ട് ചെയ്തത്. അന്നത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ദേശാഭിമാനി എന്നുള്ള പത്രം ഉണ്ടായിരുന്നു. ആ പത്രം പിന്നീട് അത് കഴിഞ്ഞു. പിന്നീട് മറ്റു പലരും പത്രത്തിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോൾ ആ പേര് അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ അന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ കണ്ടിന്യൂവേഷൻ അല്ല ഇന്നത്തെ ദേശാഭിമാനി പത്രം. എനിവേ, അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം CV കുഞ്ഞിരാമൻ എഴുതിയിരുന്നു. CV കുഞ്ഞിരാമന്റെ പ്രശസ്തമായ ഒരു കോട്ടാകുന്നു ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ. ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ എന്നതിന്റെ മീനിങ് അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്ക പോലെ കഠിനവും മാറ്റാനാവാത്തതുമായ ഒന്നല്ല അഭിപ്രായം. അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആകുന്നു, അത് മാറ്റാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമായ കാര്യമാകുന്നു അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോട്ട് പറഞ്ഞത് CV കുഞ്ഞിരാമനാകുന്നു. ഒരു എക്സാമിന് ചോദിക്കാറുണ്ട് ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ എന്ന് പറഞ്ഞത് ആരാണെന്ന്. അതിൻ്റെ ആൻസർ CV കുഞ്ഞിരാമനാണ്. ഓക്കെ, താങ്ക് യു. C കൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 1867 to 1938 ആകുന്നു. ദാറ്റ് മീൻസ് ഹി ലീവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 71. C കൃഷ്ണനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് മിതവാദി എന്ന പത്രത്തെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം മിതവാദി എന്ന പത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടിച്ചമർത്തപ്പെട്ടവന്റെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ, തീയരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രമാകുന്നു മിതവാദി പത്രം.
കുമാരനാശാന്റെ വീണപ്പൂവ്, ഒ ചന്തുമേനോന്റെ ജീവചരിത്രം എന്നിവ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാകുന്നു മിതവാദി. ഈ മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്ന വർഷം 1907 1907 മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്നത്. അന്ന് ഈ പത്രത്തിന്റെ ഓണർ സി കൃഷ്ണൻ ആയിരുന്നില്ല. ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്ത് കുമാരൻ എന്ന എഡിറ്ററെ വെച്ചുകൊണ്ട് 1907 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിച്ചത്. ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്ത് കുമാരൻ എന്ന എഡിറ്ററിനെ വെച്ചുകൊണ്ട് 1907 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് 1930 സി കൃഷ്ണൻ ഈ പത്രത്തിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പത്രം ഇത്രയും ഫേമസ് ആകുന്നത്. 1913 കോഴിക്കോട് നിന്നും സി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പത്രം പുനരാരംഭിക്കുന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഈ പത്രം നിലകൊള്ളുന്നു. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് വലിയൊരു അളവ് വരെ കാരണം മദ്യമാണെന്ന് വിലയിരുത്തി മദ്യനിരോധനത്തിന് വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാകുന്നു സി കൃഷ്ണൻ. 1917 അതായത് 1917 തളി റോഡ് സമരത്തിന് കോഴിക്കോട് നിന്നും നേതൃത്വം നൽകിയത് സി കൃഷ്ണനാകുന്നു. കോഴിക്കോട് പാറൻ ഹാൾ പണിതതും സി കൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. ഹിന്ദുമതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് സി കൃഷ്ണൻ. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സി കൃഷ്ണൻ പോരാടിയിട്ടുണ്ട്. മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം സി കൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. SNDP പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു സി കൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ SNDP യോഗത്തിന്റെ 9ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്, അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് സി കൃഷ്ണനാകുന്നു. കൂടാതെ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും കോഴിക്കോട് നിന്നും മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചതും സി കൃഷ്ണനാകുന്നു. മാത്രമല്ല 1930 മുതൽ 1936 വരെയുള്ള കാലയളവിൽ മദ്രാസിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് സി കൃഷ്ണൻ. അന്നത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ജസ്റ്റിസ് ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗം കൂടിയായിരുന്നു സി കൃഷ്ണൻ. GP പിള്ള, ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആകുന്നു ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ഇദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്നും വിളിക്കുന്നു. ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ എന്നാകുന്നു അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് GP പിള്ള എന്നോ അല്ലെങ്കിൽ ലോയർ GP പിള്ള എന്നോ പറഞ്ഞാൽ പോരായിരുന്നോ, പിന്നെ എന്തിനാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് പറഞ്ഞതെന്ന്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ വിളിച്ചിരുന്ന പേരാകുന്നു ബാരിസ്റ്റർ. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ ബാരിസ്റ്റർ എന്നായിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്ന് വിളിക്കുന്നത്. GP പിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് GP പിള്ളയാകുന്നു. ആ പത്രത്തിന്റെ പേരാകുന്നു മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നും വരാറുണ്ട്, അതുപോലെ മദ്രാസ് മെയിൽ എന്നും പറയാറുണ്ട്. രണ്ട് ഓപ്ഷൻ വന്നാലും ശരി തന്നെയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് GP പിള്ളയുടേതാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതായത് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്ന വർഷം 1885 ആകുന്നു. അത് ബോംബെയിൽ വെച്ചാകുന്നു. 1885 ബോംബെയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. അന്ന് GP പിള്ളയുടെ പ്രായം 21 ആകുന്നു. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നും GP പിള്ളയെ അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് കടത്തപ്പെട്ട ഒരുപാട് നവോത്ഥാന നായകരെ കുറിച്ച് നമുക്കറിയാം. അതിൽ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1890കളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. 1890കളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത്. രാമയ്യൻ ദളവയുടെ കാലം തൊട്ട്, അതായത് 1740 കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം. ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ GP പിള്ളയായിരുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. 10,028 ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാകുന്നു. ആദ്യത്തേത് KP ശങ്കരമേനോൻ, രണ്ടാമത്തേത് GP പിള്ള, 3 ഡോക്ടർ പൽപ്പു. ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാന്റെ പേരാകുന്നു T രാമറാവു. ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാകുന്നു T രാമറാവു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ.